സർഗം കിച്ചണിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മീനില്ലാത്ത മീൻ കറിയാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: തക്കാളി നീളത്തിലരിഞ്ഞത് 2 എണ്ണം, ഇരുമ്പമ്പുളി നീളത്തിലരിഞ്ഞത് 1 കപ്പ്, ഇഞ്ചി 1 കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക് 3 എണ്ണം നീളത്തിലരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, ഉള്ളി നീളത്തിലരിഞ്ഞത് 1 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, നാളികേരപ്പാൽ 1/4 പാലും 2/2 പാലും ഉണ്ട്. 2/2 പാൽ 1.5 കപ്പ്, 1/4 പാൽ 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം സ്റ്റവിൻ്റെ മേൽ മീൻ ചട്ടി വയ്ക്കുക. അതിലേക്ക് തക്കാളി 2 തക്കാളി നീളത്തിലരിഞ്ഞത് ചേർക്കുക. ഇരുമ്പൻ പൊടി 1 കപ്പ് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി 1 ചെറിയ കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക് 3 എണ്ണം നീളത്തിലരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 2 തണ്ട്, കുറച്ച് പച്ച വെളിച്ചെണ്ണ, ആവശ്യത്തിന് ചേർത്ത് ഇളക്കി യോജിക്കുക. സ്റ്റവ് ഓണാക്കിയ ശേഷം ഒന്നാം പാൽ ചേർത്തെടുക്കുക. നന്നായി തിളച്ച് പാകമാവുമ്പോൾ 2-ാം പാൽ ചേർത്തെടുക്കുക. 1-ാം പാൽ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2-ാം പാൽ ചേർത്തെടുക്കുക. നന്നായി തിളച്ച് വന്നാൽ മീനില്ലാത്ത മീൻ കറി റെഡിയായി. ഇത് കഴിഞ്ഞ് ഉള്ളി കാച്ചാം. ഉള്ളിയും വേപ്പിലയും ചേർത്ത് ഇളക്കണം. ഇപ്പോൾ തിളച്ച് പാകമായി തുടങ്ങി. ഇത് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉള്ളി അരിഞ്ഞതും വേപ്പിലയും കൂടി ചേർത്താൽ മീനില്ലാത്ത മീൻ കറി റെഡിയാവും. കുറച്ചും കൂടി ഇതിൻ്റെ ചാറ് വറ്റണം. തിളച്ച് പാകമായി വരുന്നുണ്ട്. എന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ഉള്ളി കാച്ചാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളി നീളത്തിലരിഞ്ഞ് ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞ് ചേർക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. നന്നായി മൂക്കണം. ഉള്ളി മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ഉള്ളി ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മീനില്ലാത്ത മീൻ കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.